ഗ്രന്ഥം വായിച്ചാൽ ലോകത്തുള്ള ഇതപര്യന്ത പുരോഗതിയിൽ നിർണായക പങ്ക് വഹിച്ച, മദ്യപിക്കാത്ത, വ്യഭിചരിക്കാത്ത, പുകവലിക്കാത്ത, കഞ്ചാവടിക്കാത്ത, പെത്തഡിൽ ഉപയോഗിക്കാത്ത, അശീഷ് ഉപയോഗിക്കാത്ത, മാരിജുവാന ഉപയോഗിക്കാത്ത, MDMA ഉപയോഗിക്കാത്ത ഒരു വലിയ യൗവനമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരന്റെ പീരങ്കിക്ക് മുമ്പിൽ തല ഉയർത്തിക്കൊടുത്തിട്ടുള്ള ആ മഹാന്മാരായ ആളുകൾ KM മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, ഈ മൊയ്ദ് മൗലവിയെ പോലെ വാഗൻ ട്രാജഡിയിൽ തിരൂരിന്റെ ആ ട്രെയിനിന്റെ ബോഗിയിലേക്ക് കുത്തി നിറക്കുമ്പോ ഒരു നേരിയ ഹോളിലൂടെ, ഒരു നേരിയ ദ്വാരത്തിലൂടെ മൂക്കമർത്തി പിടിച്ച് രക്ഷപ്പെട്ട ഈ മൊയ്ദ് മൗലവിയുടെ ചരിത്രം വായിക്കുന്നിടത്ത് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വിപ്ലവമുണ്ടാക്കിയ യൗവനത്തെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാതെ പോകുന്നു. അന്ന് തെണ്ടി നടന്ന് കുടുംബത്തെ പൊട്ടിയ നാം ഇന്ന് തോണ്ടി നടന്ന് ജീവിതം പോക്കുന്നതിനിടയിൽ ഓർത്തിട്ടില്ല ഇന്നലകളുടെ ചരിത്രം. ഇന്നലകളുടെ ചരിത്രം വായിക്കാത്തവന് ഇന്നിന്റെ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല. ഇന്ന് ചരിത്രം സൃഷ്ടിക്കാത്തവന് നാളെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഓർക്കാൻ അവകാശമില്ല. നാളെയുടെ തലമുറ നിങ്ങളെ ഓർക്കണമോ, ലോകം നിങ്ങളെ ഓർക്കണമോ, ഒറ്റ വഴിയേ അതിലുള്ളൂ, ചരിത്രം സൃഷ്ടിക്കുന്നതാവുക. ഒരിക്കലും ചരിത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യനാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ യൗവനമാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത്. 130 കോടി യൗവനം ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകത്തെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം. ധാർമ്മികതയിൽ കൊണ്ടുപോകാം, ഭദ്രമായ കുടുംബ സംവിധാനത്തിൽ കൊണ്ടുപോകാം. ലിബറലുകളുടെ തലതിരിഞ്ഞ ഭ്രാന്ത് നെഞ്ചിലേറ്റി എനിക്ക് ദാമ്പത്യം വേണ്ടുമെന്ന് പറയുന്ന യൗവനത്തോട്, എനിക്ക് കല്യാണം വേണ്ടുമെന്ന് പറയുന്ന യുവതികളോട് വളരെ സൈലന്റായി ചിന്തിക്കാൻ ഒരു പോയിന്റ് പറയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ 206-ാമത്തെ പേജ്. ചരിത്രത്തിൽ ഒന്നും ആയിരുന്നില്ല മക്ക. കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത ഒരു രാജ്യമായിരുന്നു അത്. കോളനിവൽക്കരണത്തിന് ഒട്ടും വിധേയമാകാത്ത കുന്നുകളുള്ള ഒട്ടകത്തിൽ നെഹ്റു പറയാണ്, ഊശ്വര ഹൃദയം പേറിയ ഊശ്വര ഭൂമിയിലെ ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ചവരിൽ അന്ന് അലിയുണ്ടായിരുന്നു, ഉമറുണ്ടായിരുന്നു, ഉസ്മാൻ ഉണ്ടായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹ് ബിൻ ഉമർ ഉണ്ടായിരുന്നു, ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള ഉണ്ടായിരുന്നു, അന്നുള്ള പലരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഊശ്വര ഭൂമിയിൽ ജീവിച്ചവരാൻ. ഉംറുൽ ഖൈസിന്റെ ലബീദിന്റെ കവിതകൾ കേട്ട് മുഅല്ലഖ വായിച്ച് പെണ്ണിന്റെ മാറിടത്തെ കുറിച്ചും പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ചും അവരുടെ കാർക്കുന്തലിനെ കുറിച്ചും വർണ്ണിച്ചവരുണ്ടായിരുന്നു. രാത്രി കിടക്കുമ്പോൾ നാളെ പ്രാപിക്കാനിരിക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യമോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട യുവാക്കൾ ഉണ്ടായിരുന്നു. നാളെ കുടിക്കേണ്ട കള്ളിനെ കുറിച്ച് ചിന്തിച്ചവരുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി സുഗന്ധങ്ങൾ നിർമ്മിക്കപ്പെടുകയും ആ സുഗന്ധം പൂശുകയും സ്ത്രീകളുടെ കണ്ണിലുണ്ണിയായി വെള്ളിക്കരണ്ടിയുമായി ജനിച്ച മിസ്സബില്ലേ, ചരിത്രത്തിൽ ആ യുവാവിനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മദീനയിൽ വന്ന് പ്രസംഗിച്ച് കടാരമുനമ്പിൽ നിന്നുകൊണ്ട് അവിടെ സഅദ് ഇബ്നു മുഖാദയുടെ കൽബിനെ സ്വാധീനിച്ച മിസ്സബിന്റെ ചരിത്രമുണ്ടായിരുന്നു. ആരാണ് സഅദ് ഇബ്നു മുആദ? മിസ്സബിന്റെ ദേവത്തിലൂടെ മാറിയാളായിരുന്നു. ആരായിരുന്നു സഅദ് ഇബ്നു മുആദ? 30 വയസ്സുള്ള യുവാവായിരുന്നു. ആരായിരുന്നു സഅദ് ഇബ്നു മുആദ? 30 മുതൽ 5 കൊല്ലമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. മാമൻ മാപ്പിള ഹാളിൽ മദ്യവുമായി വന്നിരുന്ന അമുസ്ലിം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ മക്കളായിരുന്നു. മാമൻ മാപ്പിള ഹാളിന്റെ ബേക്കിൽ ഹാരിസ് ഇബ്നു സലീമിന്റെയും ഈ ഉള്ളവന്റെയും രാവിലെ നടന്ന 2 പ്രഭാഷണങ്ങൾ കേട്ട് ജീവിതത്തിൽ എന്നേക്കുമായി മദ്യത്തിന്റെ ചഷകങ്ങൾ വലിച്ചെറിഞ്ഞ തൃശ്ശൂരുകാരായ അമുസ്ലിം കുട്ടികൾ ഒരുപക്ഷെ ഇന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അവരെ അമ്മ വിളിച്ചു പറയുന്നു, സാർ താങ്ക്സ് ഉണ്ട്, എന്റെ മകൻ കള്ളുകുടി നിർത്തി. 3 വർഷമായി എന്റെ മകൻ മദ്യപിക്കുകയായിരുന്നു. അർണോൾഡ് ടോയംബിയുടെ ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന ഗംഭീരമായ ഗ്രന്ഥത്തിൽ മദ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മദ്യമുക്തമായ ഒരു രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയും മദ്യത്തിന്റെ ചഷകങ്ങൾ തല്ലിയൊടച്ച് മദീനയിലെ മരുഭൂമിയെ നനച്ച് അത് പുഴയായി ഒഴുകിയപ്പോ ചരിത്രത്തിന്റെ ഒരു മഹാവിപ്ലവമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, എന്റെ മക്കൾ ഉൾക്കൊള്ളുന്ന ഈ സദസ്സിനോട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മക്കളോട്, അവരുടെ ക്ഷണം സ്വീകരിച്ച് ക്യാമ്പസിൽ നിന്ന് വന്നവരോട്, ലോകത്തൊരു ചരിത്രമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മുഹമ്മദ് നബിയുടെ ചരിത്രം എഴുതിയ ആ പുസ്തകത്തിന്റെ പേര് ദ 100 ബൈ മൈക്കൽ ലെച്ചാർട്ട്. ചാപ്റ്റർ 1-ൽ പ്രൊഫറ്റ് മുഹമ്മദ്, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ചരിത്രത്തിൽ ആരാ? അക്ഷരമറിയാത്ത ആ പ്രവാചകൻ. അക്ഷരമറിയാതെ, പിതാവിന്റെ കൈപിടിക്കാതെ ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം,
ബാപ്പ ജീവിച്ചില്ല. അതെ, ഈ മുഹമ്മദ് പള്ളിക്കൂടത്തിൽ പഠിച്ചില്ല, പക്ഷെ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോദിയില്ല. അറബ് ജനതയിലേക്ക് ആ ദൂതനെ നിയോഗിക്കുകയാണ്. മഹാമതിദിക്കാത ശിഷ്യശാഖാ സമുന്നിതം ലിംഗച്ഛേദ ശിഖാഹീന എന്ന് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ ആ പ്രവാചകൻ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന് പറഞ്ഞ 62-ാം അധ്യായം 2-ാമത്തെ വചനം. ആ ദൂതനെ അയക്കുന്നു ആ യുവാക്കളിലേക്ക്, അവിടെ പ്രായം ചെന്നവരിലേക്ക്, ആ ബാലവൃദ്ധൻ ജനങ്ങളിലേക്ക്. 10 വയസ്സിലാണ് അലി ഇബ്നു അബീ ത്വാലിബ്, സഹോദര 10 വയസ്സിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കുന്നത്. പിന്നെ മദ്യപിച്ചിട്ടില്ല, പിന്നെ വ്യഭിചരിച്ചിട്ടില്ല, പിന്നെ തിന്മകൾ ചെയ്തിട്ടില്ല, പിന്നെ യൗവനം പായായിട്ടില്ല. 24-ാമത്തെ വയസ്സിൽ നബിയുടെ വിരിപ്പിൽ കിടന്ന് നബി മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അവരെന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് നബിയുടെ സ്ഥാനത്ത് കയറിക്കിടന്ന് അർത്ഥവത്തായ ജീവിതം നയിച്ച അലി ഇബ്നു അബീ ത്വാലിബ്, സിഫീൻ യുദ്ധത്തിൽ പോലും റസൂൽ പഠിപ്പിച്ച ദിക്ർ മറക്കാത്ത അലി ഇബ്നു അബീ ത്വാലിബ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് സുബൈ ജമാഅത്തിന് പോകുമ്പോഴാണ് വെട്ടേറ്റു മരിച്ചത്, കുത്തേറ്റു മരിച്ചത്, ത്യാഗമനുഭവിച്ചത്. രാത്രി മുഴുവനും മൊബൈലിൽ തോണ്ടി കിടന്നുറങ്ങുകയായിരുന്നില്ല. രാത്രി മുഴുവനും ജീവിതത്തിൽ ചാറ്റ് ചെയ്ത് മറ്റുള്ളവരോട് സംസാരിച്ച് യൗവനം പോഴാക്കുമായിരുന്നില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ 39-ലെ 9-10 പറഞ്ഞ പോലെ